ഫോൺ എടുത്തത് കമലുവാന്ന് മനസ്സിലായപ്പോഴേക്കും പിന്നെ അവളോട് സംസാരിക്കണ പോലെ അങ്ങനെ അഭിനയിച്ച് അങ്ങ് സംസാരിച്ച്. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു ദുബായി പോവാം, സിംഗപ്പൂര് പോവാന്നൊക്കെ അങ്ങോട്ട്. നീ ഇപ്പൊ ചിരിച്ച? ഇല്ല. നീ ഇപ്പൊ ചിരിച്ചോന്ന്? ഇല്ല, ഞാനാ ചിരിച്ചത്. കൊച്ചമ്മേ മീൻ ഫ്രൈ ആക്കണോ അതോ ചാറാക്കണോ? ഓ, ഫ്രൈ ആക്കിയാ മതി. പണിക്കരേട്ടനാണ് തോന്നാ വരുന്നത്. നിന്ന് അതെ, നിന്നോട് കൊറേ നാളായി ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. നീ ഇപ്പൊ ഏതായാലും കല്യാണം കഴിക്കാനൊക്കെ പോവല്ലേ? അപ്പൊ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് നല്ല സൽസ്വഭാവിയും നിന്നെ സ്നേഹിക്കുന്നവനും ഒക്കെ ആവണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? അപ്പം എപ്പോഴും ബീച്ചിൽ കൊണ്ടുപോകണം, പാർക്കിൽ കൊണ്ടുപോകണം, എങ്ങനെയൊക്കെ ഉണ്ടാവൂലേ? അപ്പൊ ഉദാഹരണത്തിന് നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നിന്റെ പഴയൊരു ഫ്രണ്ട്, ബോയ് ഫ്രണ്ട് നിന്നെ പാർക്കിൽ കൊണ്ടുപോകാം, ബീച്ചിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് വിളിക്കുവാണെങ്കിൽ നീ എന്ത് പറയും? വരുന്നില്ലെന്ന് പറയും. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ തന്നെ വേണം. വെരി ഗുഡ്. പക്ഷെ ഞാനുണ്ടല്ലോ, ഞാൻ ചിലപ്പോ വരാമെന്ന് പറഞ്ഞ അവരെ പറ്റിച്ചു കളയും. ഹായ് പണിക്കരേട്ടനോ? അയ്യോ നോക്കട്ടെ. എന്താ പണിക്കരേട്ടത്? ഓറഞ്ച് സാരി വാങ്ങിക്കാൻ പറഞ്ഞിട്ട് പച്ചയാണോ വാങ്ങിച്ചോണ്ട് വന്നത്? ഇത് പഴുക്കാത്ത ഓറഞ്ചാന്നങ്ങ് വിചാരിച്ചാ മതി. സത്യം പറയടി, നീ ആരാന്ന് ചോദിച്ചിട്ട് നേരത്തെ ഫോണിൽ സംസാരിച്ചേ? നിന്റെ സ്വഭാവം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഇതാ പറഞ്ഞത്, ഒരൊറ്റ പെണ്ണിനെ പോലും വിശ്വസിക്കാൻ കൊള്ളൂല. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും പണിക്കരേട്ടൻ വിശ്വസിക്കത്തില്ല. ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോവാന്നേ പറയത്തുള്ളൂ. പിന്നെ വിശ്വസിക്കാൻ പറ്റിയ ഒരാള്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ നേരമില്ല. എനിക്ക് ക്ലബില് ജനറൽ നോളജിന്റെ ക്ലാസ് ഉണ്ട്. എടി രമണി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ 1 മണിക്ക് ഞാൻ ഫോൺ ചെയ്യും, അപ്പൊ ലാൻഡ് ഫോണിന്റെ അടുത്ത് നിൽക്കണോന്ന്, ഞാൻ സംസാരിക്കുമെന്ന്. എന്റെ പണിക്കരേട്ട എനിക്ക് എത്താൻ പറ്റിയില്ല. എന്റെ പെണ്ണ് കാണുന്ന ആള് വന്നിട്ടുണ്ടായിരുന്നു. ഓ, പെണ്ണ് കാണാൻ? അതുമല്ല, കൊച്ചമ്മ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ നീയാന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയാ പറഞ്ഞത്? ദുബായ് പോവാൻ, സിംഗപ്പൂർ പോവാന്നൊക്കെ പറഞ്ഞ്. എന്തൊരു കഷ്ടമായി നോക്കിയേ. പിന്നെ ഫോൺ എടുത്തത് കമലുവാന്ന് മനസ്സിലായപ്പോഴേക്കും പിന്നെ അവളോട് സംസാരിക്കണ പോലെ അങ്ങനെ അഭിനയിച്ച് അങ്ങ് സംസാരിച്ച്. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു ദുബായി പോവാം, സിംഗപ്പൂര് പോവാന്നൊക്കെ അങ്ങോട്ട്. നീ ഇപ്പൊ ചിരിച്ച? ഇല്ല. നീ ഇപ്പൊ ചിരിച്ചോന്ന്? ഇല്ല, ഞാനാ ചിരിച്ചത്. അതെ, ചിരി ആയുസ് വർദ്ധിപ്പിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ചില സമയങ്ങളിലെ ചിരി ആയുസ് കുറയ്ക്കും. Is it true? Yes. നിങ്ങളുടെ ദുബായ്, സിംഗപ്പൂർ